ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻ മിഷൻസിന്റെയാണ് സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഒരു ചെറിയ ബ്രേക്കിന് ശേഷം സ്വാഗതം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയൊരു 6-7 അധ്യായങ്ങളേ ഉള്ളൂ നമുക്ക് പഠിച്ചു തീർക്കാൻ. അങ്ങനെ ഈ വലിയ സുവിശേഷം നമ്മൾ തീർക്കുന്നതായിരിക്കും. 21-ാമത്തെ അധ്യായത്തിൽ കഴുതപ്പുറത്ത് കയറി വരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഹോശാന ഞായറിലൊക്കെ ആവർത്തിച്ച് കേൾക്കുന്ന പ്രസംഗങ്ങളാണ് യേശു കർത്താവ് കഴുതപ്പുറത്ത് കയറി വന്നത്. എന്നാൽ ഈ കഴുതപ്പുറത്ത് കയറി വന്ന ഈ സൗമ്യനായ കർത്താവ് അടുത്ത ഭാഗത്തിൽ ചാട്ട എടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2 ഭാഗങ്ങൾ, 2 സൈഡ്സ് യേശുക്രിസ്തുവിൻ്റെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഭാഗമാണ്. ഒരുപാട് ആഴമേറിയ സത്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ചെലവഴിച്ച് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കേണ്ടത് ആവശ്യമില്ല. ഇറ്റ്സ് എ നാരറ്റീവ്. അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് വാക്യങ്ങളുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ഇന്ന് ഒരുപാട് സമയം ഇതിനകത്ത് ഡ്വെൽ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പരിചിതമായ വേദഭാഗം, പിന്നെ നമ്മൾ വാക്യമായി പഠിക്കുന്നത് കൊണ്ട് ഒന്നും ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ 40 വാക്യങ്ങൾ നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ 21 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ പാഷനെ കുറിച്ചുള്ള ഭാഗങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ അവസാനത്തെ ആഴ്ച, ഹിസ് ഫൈനൽ വീക്ക് ഓൺ എർത്ത്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ എഴുന്നള്ളത്ത്, അതിനുശേഷം യേശു കർത്താവിൻ്റെ ട്രയല്, അതിനുശേഷം യേശു കർത്താവിൻ്റെ ക്രൂശീകരണം, യേശു കർത്താവിൻ്റെ പിന്നെ അവസാനത്തെ ഭാഗം വരുമ്പോൾ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ച് ഒരുപാട് പരിചിതമായതുകൊണ്ട് ഈ ഇന്നത്തെ സെഷൻ തന്നെ ഒറ്റയടിക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദ ഫൈനൽ വീക്ക് ഓഫ് ജീസസിന്റെ ആരംഭം, അതാണ് മത്തായിയുടെ 21. യേശു കർത്താവിന്റെ ആഗമനം എന്ന് പറഞ്ഞ് നമ്മൾ ചാപ്റ്റർ 1 തുടങ്ങിയപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് രാജാവിന്റെ ആഗമനം. അപ്പൊ മത്തായി യേശു ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് രാജാവായിട്ടാണ്. ഹി ഈസ് ദ കിങ്, അല്ലെ? രാജാവിന്റെ ആഗമനം. ഈ രാജാവിന്റെ എഴുന്നള്ളത്താണ് 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ദ ട്രയംഫൽ എൻട്രി ഓഫ് ദ കിങ്. അപ്പോൾ ഇങ്ങനെ ഒരു രാജാവിന്റെ എഴുന്നള്ളത്ത് എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരുൾപ്പെടെ, ജനങ്ങൾ ഉൾപ്പെടെ, വിശ്വാസികൾ ഉൾപ്പെടെ, അവിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിച്ചത് രാജാവ് എഴുന്നള്ളുന്നത് പോലെ കുതിരപ്പുറത്ത് കയറി വരും എന്നാണ് ചിന്തിച്ചത്. എന്നാൽ അതിനൊക്കെ വിപരീതമായി യേശു കർത്താവിൻ്റെ വരവ് അല്ലെങ്കിൽ അവൻ്റെ എഴുന്നള്ളത്ത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഹി ഈസ് ദ കിങ് ഓഫ് എൻ അപ്സൈഡ് ഡൗൺ കിങ്ഡം, അല്ലേ? തലകീഴായി നിൽക്കുന്ന ഒരു ലോകത്തിൻ്റെ രാജാവാണ് യേശു കർത്താവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം, 1 മുതൽ 6 വരെ. മാത്യു 21, 1-6. അനന്തരം അവർ യെരുശലേമിനോട് സമീപിച്ച് ഒലിവുമല അരികെ ബെത്ഫഗയിൽ എത്തിയപ്പോൾ യേശു 2 ശിഷ്യന്മാരെ അയച്ച്, നിങ്ങൾക്ക് എതിരെയുള്ള ഗ്രാമങ്ങളിൽ ചെല്ലുവീൻ. അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും. അവയെ അഴിച്ചു കൊണ്ടുവരുവീൻ. നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവീൻ. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന് നിവൃത്തി വരുവാൻ ഇത് സംഭവിച്ചു. ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തു കഴുതപ്പുറത്ത് വരുന്നത് എപ്പോൾ പ്രവചിച്ചതാണ്? ദാനിയേലിന്റെ പുസ്തകത്തിൽ 70 ആഴ്ചവട്ടക്കാലത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. അഹശ്വരേഷ് രാജാവ് 1 ആർട്ടസെക്സസ് 1, ആ പ്രവചനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ വ്യക്തമായി കാണുന്ന ഒരു കാര്യം, 70 ആഴ്ചവട്ടങ്ങളുടെ പൂർത്തീകരണത്തിൽ രാജാവ് എഴുന്നള്ളും. ഇത് ഏത് രാജാവാണ്? അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് തർക്കങ്ങളുണ്ട്. ചിലർ പറയുന്നു ഇത് അതല്ല, അങ്ങനല്ല, ഒത്തിരി കാൽക്കുലേഷൻ വ്യത്യാസമുണ്ട്. എന്നാൽ പല സ്കോളേഴ്സും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ ദിവസങ്ങൾ നമ്മൾ പുറകിലേക്കൊന്ന് എണ്ണിയാൽ കറക്റ്റ്
എനിക്ക് തോന്നുന്നു 483 വർഷങ്ങളായിട്ട് നമുക്ക് വരും. ആ ദിവസം എണ്ണിയാൽ യേശു കർത്താവ് യെരുശലേമിലേക്ക് എഴുന്നള്ളുന്ന അതേ ദിവസത്തിലേക്ക് അത് പോയിന്റ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എവിഡൻസ് എന്ന് പറയുന്നത്. കുറച്ച് ശാസ്ത്രജ്ഞന്മാർ അതിനെ ഡിബേറ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് അതിനേക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്ര വ്യക്തമായി യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനം വായിച്ച ജനങ്ങൾ, യഹൂദ ജനങ്ങൾ, ഒരു പക്ഷെങ്കിൽ അവരുടെ പ്രമാണം തന്നെ ഒരു മനസ്സ് തുറന്ന് അവർ വായിച്ചിരുന്നുവെങ്കിൽ അവരുടെ രാജാവ് യെരുശലേമിലേക്ക് വരുമ്പോൾ രാജാവിനെ മിസ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു പ്രിയമുള്ളവരെ? രാജാവ് എഴുന്നള്ളിയപ്പോൾ അവർ ആ ഓപ്പർച്യൂണിറ്റി മസീഹ ആണെന്നുള്ള കാര്യമേ അവർ വിട്ടുപോയി. അതിന്റെ കാരണം ഞാൻ ഇനി വരുന്ന ഭാഗങ്ങൾ നിങ്ങളോട് പറയാം. ഓക്കെ, അപ്പോൾ അതൊന്ന്. അപ്പൊ യേശു കർത്താവ് എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു, എന്തുകൊണ്ട് കഴുതപ്പുറത്ത് വരുന്നു, എന്തുകൊണ്ട് ഈ ദിവസം വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. സകല തിരുവെഴുത്തുകളും നിവൃത്തിയാക്കുവാൻ വേണ്ടി ക്രിസ്തു വന്നു. യേശു ക്രിസ്തു, ഞാൻ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബൈബിൾ വിശ്വസിക്കാമോ എന്ന ഭാഗത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 7 പ്രവചനങ്ങൾ മാത്രം പഴയ നിയമത്തിൽ നമ്മൾ എടുക്കുക. അതായത് 400 വർഷം, 500 വർഷം, 700 വർഷം മുമ്പൊക്കെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള 7 പ്രവചനങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. യെരമ്യ പ്രവാചകന്റെ പുസ്തകം, സെക്കറിയ പ്രവാചകന്റെ പുസ്തകം, ഈ 7 പ്രവചനങ്ങൾ മാത്രം നമ്മൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. യേശു കർത്താവ് ജനിക്കുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഓരോ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. സോ ദ എവിഡൻസ് ഓഫ് ദ ബൈബിൾ ലൈസ് ഇൻ ദ പേഴ്സൺ ഓഫ് ദ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ഓഫ് ജീസസ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് ഏത് മനുഷ്യനും ഇതിനെ ഒന്ന് നോക്കിയാൽ വേദപുസ്തകം വിശ്വസിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാകാൻ സാധിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിബേറ്റ്സ് ഉണ്ടെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ദ ബൈബിൾ ക്യാൻ ബി ട്രസ്റ്റഡ്. ഈ യേശു ക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ മാത്രം ആ ഒരൊറ്റ ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. ഒന്ന്, യേശു ഗലീലിൽ നിന്ന് ബethനിയിലേക്ക് നടന്നു പോകുമ്പോൾ ഇനി 2 മൈൽ നടന്നാൽ മതി. എന്തിന്? യെരുശലേമിലേക്ക് കടക്കാൻ. പിന്നെ എന്തിന് ഈ കഴുതപ്പുറത്ത് വന്നു എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ട് എനിക്ക് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രവചനം നിവർത്തിയാക്കുവാൻ വേണ്ടി. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ യേശു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ലോകത്തിൽ കർത്താവിന് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ കർത്താവിന് തന്നെത്താൻ ചെയ്യാൻ സാധിക്കും. ഹി ഡസന്റ് നീഡ് എനിബഡി. എന്നെയോ നിങ്ങളെയോ ഒന്നും ആവശ്യമില്ല. പക്ഷെങ്കിൽ ഇതിനകത്ത് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു സത്യം, നമ്മളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ഹിതമായി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ചിലപ്പോൾ നമ്മളൊക്കെ ഈ ചില പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മളില്ലെങ്കിൽ കർത്താവിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. ഇപ്പോൾ യെരുശലേമിലേക്ക് നടന്നു പോകണമെങ്കിൽ ഇത്രയും നടന്നു വന്ന് യേശു കർത്താവിന് 2 മൈലിലൂടെ നടക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല. എന്തുകൊണ്ട് കഴുതപ്പുറത്ത് വന്നു? ഒന്ന്, പ്രവചനം നിവർത്തിയാകണം. 2, ഈ ലോകത്തിൽ കർത്താവ് ആയിരിക്കുമ്പോൾ ഇവിടെയുള്ള റിസോഴ്സസ് ഉപയോഗിക്കാൻ, എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാൻ വേണ്ടി കർത്താവിന് മനസ്സുണ്ട് എന്നുള്ളതാണ്. ലാസറെ പുറത്തിറങ്ങി വാ, മരിച്ചവൻ പുറത്തു വന്നു. ഇത്രയും വലിയ അത്ഭുതം വേറെ വല്ലതും ഉണ്ടോ? അതിനേക്കാട്ടിലും വലിയ അത്ഭുതം വേറെ ഒന്നുമില്ല. എന്നാൽ അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? അവൻ്റെ കെട്ടഴുപ്പീൻ, അവൻ പോകട്ടെ. അപ്പൊ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എടാ, ഒരൊറ്റ വാക്കുകൊണ്ട് മരിച്ചവനെ പുറത്തു കൊണ്ടുവന്നവനെ പിന്നെ ഈ കെട്ടഴിക്കാൻ വേണ്ടി ഹെൽപ്പ് എന്തിനാ ചോദിക്കുന്നത്? വേറൊന്നും കൊണ്ടല്ല, ആ അത്ഭുതത്തിന്റെ ഭാഗമാകുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് അവസരം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും കർത്താവിന്റെ വലിയ വേല ചെയ്യുവാൻ കർത്താവിന് ആരെയും ആവശ്യമില്ല. അങ്ങനെ നോക്കിയാൽ ഹീസ് നോട്ട് ഇൻ നീഡ്, ബട്ട് ഹി ചൂസസ് ടു യൂസ് യു ആൻഡ് മീ. എന്നെ നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി കർത്താവിന് മനസ്സുണ്ട്. അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു കർത്താവിന് ഈ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വലിയ കൃപയാണ്. ഒന്ന്, കഴുതയെ ആരും തിരഞ്ഞെടുക്കത്തില്ല, ഒരു രാജാവും തിരഞ്ഞെടുക്കത്തില്ല. യേശു കർത്താവ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? അവന്റെ കൃപ ഒന്ന് മാത്രം. അപ്പോൾ ഞാനൊരു കുതിരയല്ല കർത്താവെ, ഞാനൊരു കഴുത മാത്രമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിന് ഇന്ന് എന്നോടും നിങ്ങളോടും പറയാൻ
ഒരു വാക്കുണ്ട്. എന്താ? ഈ കഴുതയും കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ നോക്കുമ്പോഴേ വളരെ രസകരമായ ചില ഭാഗങ്ങൾ കാണാം. അതിലെ ഒന്ന്, ഈ മൃഗങ്ങളോട് പറയുന്നതെല്ലാം മൃഗങ്ങൾ കേൾക്കും, അല്ലേ? നോവ പ്രളയത്തിന്റെ സമയമായപ്പോൾ വാതിലടയ്ക്കാൻ പോകുന്നു. അപ്പൊ നോയോട് കർത്താവ് പറഞ്ഞു, നീ വേറെ കാര്യങ്ങളെക്കുറിച്ചൊന്നും നീ ഭാരപ്പെടണ്ട. ഈരണ്ടായിട്ട് മൃഗങ്ങളെ എല്ലാം ഞാൻ അതിനകത്തേക്ക് അയച്ചേക്കാം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? വാവാ സുരേഷിനെ വിളിച്ച് പാമ്പിനെ പിടിക്കേണ്ടി വന്നു? ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞപ്പോൾ എല്ലാ സകല സാധനങ്ങളും അതിനകത്ത് കയറി, ഇല്ലയോ? യോന എടുത്ത് വെള്ളത്തിൽ എറിഞ്ഞപ്പോൾ ഒരൊറ്റ വാക്കുകൊണ്ട് കറക്റ്റ് സ്ഥലത്ത് മത്സ്യം വന്ന് വിഴുങ്ങി. എവിടെ വരണം, എന്ത് ചെയ്യണം, എപ്പ വിഴുങ്ങണം, എപ്പ പോയി ഛർദ്ദിക്കണം, പറയുന്നത് കേട്ടു, ഇല്ലയോ? പോട്ടെ, പ്രവാചകൻ ദൈവശബ്ദം കേൾക്കുന്നില്ല, ബലയാം. ദൂതൻ വന്ന് മുമ്പ് നിൽക്കുമ്പോൾ ദൂതനെ കാണുന്നില്ല. ഒരു രക്ഷയില്ലാഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ഈ കഴുതയും കൊണ്ട് ഞാൻ സംസാരിപ്പിക്കും എന്ന് പറഞ്ഞാൽ, മൃഗത്തോട് പറയുമ്പോൾ മൃഗം കേൾക്കും, മനുഷ്യനോട് പറയുമ്പോൾ പലപ്പോഴും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ പ്രിയമുള്ളവരെ, ഒന്നാമത് ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും ആകെ കൂടെ ചെയ്യേണ്ടത് കർത്താവ് കെട്ടഴിച്ചു വിടാൻ തയ്യാറാകുമ്പോൾ ഉപയോഗപ്പെടുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. വേറെ ഒന്നും വേണ്ട. എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിലെ മുതൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന, എൻ്റെ മാതാവ് ഒരുപാട് ഞങ്ങളെ പഠിക്കുവാൻ വേണ്ടിയും ഒരുപാട് എക്സലൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രേരിപ്പിച്ചൊരു വ്യക്തിയാണ്. കാരണം അപ്പ എപ്പോഴും ട്രാവലിംഗ് ആയതുകൊണ്ട് അമ്മയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും നോക്കി തന്നാലാവോളം ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്ക് നൽകിയത്. എന്നാൽ അമ്മയുടെ പ്രാർത്ഥന എന്നും, എവറി സിംഗിൾ ഡേ അമ്മയുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്: കർത്താവേ, എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും യേശു കർത്താവിനെ ചുമക്കുന്ന കഴുതകളായി മാറണം. ഇതല്ലാതെ അമ്മ വേറൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല. എന്നും എന്നോട് പറയും, എടാ ഏറ്റവും നന്നായിട്ട് ഉയരണം, ഏറ്റവും നന്നായിട്ട് പഠിക്കണം, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ചെയ്യണം. പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ്, കർത്താവേ, എൻ്റെ രണ്ട് മക്കളും നിന്നെ ചുമക്കുന്ന കഴുതകളായി മാറണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഏത് കഴുതയാണെങ്കിലും രാജാവിനെ ചുമന്നാ ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും വലിയ മാന്യത വേറെ ഒന്നുമില്ല. ദ ബിഗ്ഗസ്റ്റ് പ്രിവിലേജ് ഇസ് ടു ക്യാരി ദ കിങ്, അല്ലേ? ഈ കഴുതയ്ക്ക്, ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ വസ്ത്രം എല്ലാം കൂടെ കഴുതയുടെ മുമ്പിൽ വന്നപ്പോൾ കഴുത പെട്ടെന്ന് ഓർത്ത് കാണും, ഹോ, ഞാൻ ആരാണ്ടായിരിക്കുമെന്ന്, അല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ, ഞാൻ ആരാണ്ടായിരിക്കുമല്ലോ, എല്ലാവരും എൻ്റെ മുമ്പിൽ വന്ന്. ഇതുവരെ കഴുതയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ വന്ന് നിന്നിട്ടില്ല. പെട്ടെന്ന് കഴുത നോക്കിയപ്പോൾ ദാണ്ട് വസ്ത്രങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമേ, പിറ്റേ ദിവസം ഈ കഴുത ഇതേ വഴിയിലൂടെ നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരും തിരിഞ്ഞു പോലും നോക്കി കാണത്തില്ല. അപ്പം മാന്യത എന്ന് പറയുന്നത് രാജാവ് പുറത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് മാന്യത. അതാദ്യം മനസ്സിലാക്കിക്കണം. അത് നീ ഏത് കഴുതയാണെങ്കിലും വിഷയമൊന്നുമല്ല. രാജാവിനെ ചുമന്നോ, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ആട്ടെ, ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കണം, കർത്താവ് നിന്നെ ചുമക്കുന്ന ഒരു കഴുതയാക്കി മാറ്റണം, പറയുന്നിടത്ത് പോകാനും നിനക്ക് എന്നെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അത് കേൾക്കുവാനും കർത്താവ് ഒരു മനസ്സ് തരണം എന്ന് മാത്രം. പിന്നെ കെട്ടപ്പെട്ടിരുന്നാൽ ഉപയോഗപ്പെടത്തില്ല കേട്ടോ, കെട്ടഴിക്കണം. അതുകൊണ്ട് ഓർത്തോണം, ഏതെങ്കിലും കെട്ടിനകത്തൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ യജമാനന് ആവശ്യമുണ്ടെങ്കിലും എന്നെ നിങ്ങളെ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. ചിലരാണെങ്കിൽ അങ്ങ് കെട്ടപ്പെട്ടിരിക്കുക, എന്ത് കാര്യത്തിന് വിളിച്ചാൽ അയ്യോ ഇത് കഴിഞ്ഞിട്ട്, അയ്യോ അത് കഴിഞ്ഞിട്ട്, അയ്യോ ഇത് ചെയ്തിട്ട്, കെട്ടുപാടുകളിനകത്ത് സ്റ്റക്കായി കിടക്കുന്ന ഒരു കൂട്ടം. കർത്താവിന്റെ വേല ആരെ കൊണ്ടെങ്കിലും ഒക്കെ ചെയ്തു തീർക്കും. ഞാൻ അതിന്റെ ഭാഗമാകണമെങ്കിൽ കെട്ടഴിക്കപ്പെടണം, അത് നിങ്ങൾ മറക്കരുത്. ആട്ടെ, വിഷയം അതല്ലല്ലോ. വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, യേശു കർത്താവ് രാജാവായി എഴുന്നള്ളുമ്പോൾ കഴുതപ്പുറത്തെന്ന് പറഞ്ഞാൽ ഹിസ് കമ്മിങ് ഇൻ പീസ്, സമാധാനത്തിന്റെ പ്രഭുവായിട്ടാണ് വന്നത്. ജനങ്ങൾ ആഗ്രഹിച്ച എന്താ? റോമ സാമ്രാജ്യത്തെ മുഴുവനായി അവൻ തകർത്ത് കളയും, അതുകൊണ്ട് കുതിരപ്പുറത്ത് വരും എന്നാണ് അവർ ചിന്തിച്ചത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യേശു കർത്താവിന് കുതിരയ്ക്കുള്ള ആക്സസ് കുറഞ്ഞിട്ടുകൊണ്ടോ കുതിരയെ കിട്ടാഞ്ഞിട്ട് കഴുത ഉപയോഗിച്ചോ ഒന്നുമല്ല. ലോകത്തോട് പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, എൻ്റെ രാജ്യം ഐഹികമല്ല, മൈ കിങ്ഡം ഇസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹി ഓൾവേസ് യൂസ് ദ ഹംബിൾ റൂട്ട്. കുതിരയ്ക്കുള്ള ആക്സസ് ഇല്ലാഞ്ഞിട്ടല്ല,
ബട്ട് ഹി ചോസ് ദ ഡോങ്കി. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രസംഗിക്കുമ്പോൾ, ആളുകൾ പ്രസംഗിക്കുമ്പോൾ കേൾക്കും, ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാറിൽ യാത്ര ചെയ്യണം, ഏറ്റവും നല്ല അത് തന്നിട്ടുണ്ടെങ്കിൽ നല്ലതാ, പ്രൈസ് ഗോഡ്, അല്ലേ? നല്ല കാർ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണം. നല്ല സാഹചര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉപയോഗിക്കണം. അതൊന്നും വിഷയമല്ല. അതുകൊണ്ട് എന്താ പറയേണ്ടി, റോൾസ് റോയ്സ് ഉള്ളവൻ അത് വിറ്റേച്ച് സ്കൂട്ടറെ നടക്കണം, അതൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെങ്കിൽ യേശു കർത്താവിൻ്റെ മാതൃക എന്തോ, വാട്ട് ഈസ് ദ മോഡൽ? ദ മോഡൽ ഈസ് ദ മോഡൽ ഓഫ് ഹ്യൂമിലിറ്റി. വിനയത്തിൻ്റെ ഒരു മനോഭാവം അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ സാഹചര്യങ്ങൾ എന്തോ ആകട്ടെ, കർത്താവ് സാഹചര്യങ്ങൾ നന്നായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് ഒരു വിനയം ഉണ്ടാകണം. ഒരിക്കലും അഹന്തയിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യരുത്. ചിലപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്ത് വെൽ പ്രോസ്പെറിറ്റി ഗോസ്പലിനകത്ത് ഒരുപാട് അഹന്ത നമുക്ക് കാണാൻ സാധിക്കും. അത് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് കാറ് തരുമ്പോഴത്തേക്ക്, ഇല്ല ഞാൻ കാറേ പോകത്തില്ല, ഞാൻ ബസ്സിലേ പോകത്തുള്ളൂ, അതൊക്കെ ഫോൾസ് ഹ്യൂമിലിറ്റി. അതല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ, അതേ അല്ല ഞാൻ ഈ പറയുന്നത്. തന്നിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപയോഗിച്ചോണം. നല്ല സാഹചര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഉപയോഗിച്ചോണം. പക്ഷെങ്കിൽ ഒരു അഹന്ത പാടില്ല. ഇന്ന് ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ഇന്നാണെങ്കിൽ ചിലർ വരുമ്പോഴത്തേക്ക് അവർക്ക് ബോഡി ഗാർഡ്സ് ഉൾപ്പെടെ ഇങ്ങനെ നിർത്തി, അങ്ങനെ നിർത്തി, അവിടെ കൊണ്ടുവന്ന്, അതൊക്കെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ അഹത്തെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അത് നമ്മൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ യജമാനൻ കഴുതപ്പുറത്ത് വിനയത്തോടെ വന്നവനാണ്. അതൊരിക്കലും നമ്മൾ മറക്കരുത്. എന്ന് പറഞ്ഞ് നാളെ നമ്മൾ അടുത്തുള്ള കഴുതയെ കണ്ടുപിടിച്ചിട്ട് ഇനി അതിൻ്റെ മണ്ടയ്ക്ക് യാത്ര ചെയ്യത്തുള്ളൂ, അതൊന്നും അല്ല. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അതിനുള്ള വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് വി ഷുഡ് ഓൾവേസ് ചൂസ് ദ ഹംബിൾ റൂട്ട്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഓക്കെ. അപ്പോൾ യേശു കർത്താവിനെ അവര് വരവേൽക്കുകയാണ്. കഴുതയെയും കുട്ടിയെയും കൊണ്ടുവന്ന് തങ്ങളുടെ വസ്ത്രം അവരുടെ മേലിട്ട് അവൻ അതിൻ്റെ മേൽ കയറിയിരുന്നു. പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുന്നും പിന്നും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതകളിൽ ഹോശാന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരൂശലേമിൽ കടന്നു വന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി. ഇവൻ ആർ എന്ന് പറഞ്ഞു. ഇവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരം പറഞ്ഞു. അപ്പോൾ ഇത്രയും വലിയ എക്സൈറ്റ്മെന്റിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദാവീദ് പുത്രന് ഹോശാന. അപ്പോൾ ഇതിനകത്ത് ഒരു കൂട്ടർക്ക് മനസ്സിലായി ഇവൻ ആരാണെന്ന്, ദാവീദിന്റെ പുത്രനാണെന്ന്. ഇവൻ ദാവീദിന്റെ പുത്രനാണെങ്കിൽ എന്താണ്, സിംഹാസനത്തിൽ എന്നേക്കും ഇരിക്കേണ്ടവനാണെന്നും യഹൂദൻ അറിയാം. അപ്പോൾ അവരെന്ത് ചിന്തിച്ചു, ഓക്കെ, ഇനിയും റോമ സാമ്രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കാൻ പോകുന്ന ദാവീദ് പുത്രൻ ഇവനാണ്, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അർത്ഥം വരുന്ന ഹോശാന പാടി. അല്ലയോ? കേൾക്കാൻ നല്ല രസമാണ്. അവർക്ക് അവരുടെ രാജാവിനെ കിട്ടി. ഇപ്പോൾ ഈ രാജാവ് അത്ഭുത മന്ത്രിയാണ്. അവൻ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കുരുടന് സൗഖ്യം ലഭിക്കും. ഒരു വാക്കുകൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ സാധിക്കും. വെള്ളത്തിൻ്റെ മേൽ നടക്കുവാൻ സാധിക്കും. അവരിത്രയും നാൾ ആഗ്രഹിച്ച മശിഹ ഇപ്പോൾ സിംഹാസനത്തിൽ കയറി അവർക്ക് പുതിയ ഒരു സമാധാന കാലം കൊണ്ടുവരും എന്നുള്ള ആഗ്രഹം. അവർ ഹോശാന പാടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇത് പെസഹ സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ച സമയം. പെർഫെക്റ്റ് ടൈം, നമുക്ക് രാജാവിനെ വാഴിക്കുവാനുള്ള പെർഫെക്റ്റ് ടൈം. പക്ഷെ അവരുടെ മനസ്സിനകത്തെ അജണ്ട എന്താ? അവർക്കൊരു മിലിറ്ററി ഡെലിവറൻസ് ആണ് ആവശ്യം. അവർക്ക് വേണ്ടിയത് ഒരു മിലിറ്ററി ഡെലിവറൻസ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയത് മിലിറ്ററി ഡെലിവറൻസ് ആകുമ്പോൾ അവർക്ക് ലഭിച്ചത് അതല്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ദാവീദ് പുത്ര ഹോശാന എന്ന് പാടി, അവർ ഹോശാന എല്ലാം പാടി അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഇവനെ രാജാവായി അവർ അംഗീകരിച്ചില്ലെന്ന. ആദ്യം ഹോശാന പാടി, അടുത്ത അധ്യായമായപ്പോൾ ക്രൂശിക്കാന്നും പറഞ്ഞു. അതിന്റെ കാരണം എന്നാ? യേശു കർത്താവ് രാജാവായി വന്നു എന്നുള്ളത് സത്യം. പക്ഷെ അവർക്ക് വേണ്ടിയ രാജാവല്ലായിരുന്നു യേശു കർത്താവ്. ഇന്നും പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് വിഷയം? എനിക്ക് വേണ്ടിയ രീതിയിൽ എനിക്ക് യേശു രാജാവിനെ വേണം. അവൻ ആ രീതിയിൽ വന്നില്ലെങ്കിൽ അവനെ രാജാവായി ഞാൻ തള്ളിക്കളയും. പറഞ്ഞ മനസ്സിലായോ? ഇതിന്നും നമ്മുടെ ജീവിതത്തിൽ എത്രയോ അന്വർത്ഥമാണ്. യേശു കർത്താവ് എനിക്ക് വേണ്ടിയത് തരുമ്പോൾ അവൻ രാജാവ്, അല്ലെങ്കിൽ അവനെ ഞാൻ തള്ളിക്കളയും. See, when people want a king of their own making, and when they don't get what they want,
വി വിൽ നോട്ട് ഹാവ് ഹിം ആസ് കിങ്. യേശു കർത്താവിന്റെ പ്രശ്നം എന്നാണെന്നറിയോ? ഒന്നീ അവൻ സകലത്തിനും കർത്താവാ. ഈദർ ഹീസ് കിങ് ഓഫ് ഓൾ ഓർ ഹീ ഈസ് നോട്ട് കിങ് അറ്റ് ഓൾ. ഈദർ ഹീസ് ലോർഡ് ഓഫ് ഓൾ ഓർ ഹീ ഇസന്റ് ലോർഡ് അറ്റ് ഓൾ. എൻ്റെ മനസ്സിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലൊരു രാജാവിനെയാണ് എനിക്ക് വേണ്ടിയത്. പക്ഷെ യേശു കർത്താവ് അങ്ങനെയല്ല. ഹി കംസ് ഓൺ ഹിസ് ഓൺ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇവർക്ക് സംഭവിച്ച എന്നാ? അവരാഗ്രഹിച്ച രാജാവിനെ കിട്ടിയില്ല. അവർ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. ഇന്നും അനേകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകരുത്. രാജാവ് വരുമ്പോൾ രാജാവിൻ്റെ വാഴ്ചയാണ്. എനിക്കിഷ്ടമുള്ള പോലെ അല്ല, ആ യേശു കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ വാഴുവാൻ നാം അതിന് അവസരം കൊടുക്കണം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? യേശു കർത്താവ് ഇത് കഴിഞ്ഞിട്ട് നേരെ എങ്ങോട്ടാ പോകുന്നത്? ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പാടി ഇവര് രാജാവിനെ വാഴിക്കാൻ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ റോമ സാമ്രാജ്യത്തെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് അവരുടെ രാജാവ് ഇപ്പോൾ വരും എന്ന് വിചാരിച്ചപ്പോൾ റോമ സാമ്രാജ്യത്തെ അട്ടിമറിക്കാതെ അവൻ നേരെ പോകുന്നത് ആലയത്തിലേക്കാണ്. ആലയത്തിൽ പോയി ആലയത്തെ അട്ടിമറിക്കുന്ന യേശു കർത്താവ്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ലെസനാണ്. പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. സത്യം എന്തുവാ? ആദ്യത്തെ പ്രാവശ്യം അവൻ വന്നപ്പോൾ അവൻ എല്ലാവരുടെയും ദാസനായി വന്നു. വന്നപ്പോൾ അവൻ കഴുതപ്പുറത്ത് വന്നു. അടുത്ത പ്രാവശ്യം അവൻ വരുമ്പോൾ സകല ജനത്തിൻ്റെയും ന്യായകർത്താവായി വരും. അന്ന് അവനൊരു വെള്ളക്കുതിരമേൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, രാജാതി രാജാവും കർത്താതി കർത്താവും അവൻ്റെ കർത്തൃത്വം. അന്ന് ഈ ലോകത്തിന് ഒരു അധിപൻ മാത്രമേ കാണത്തുള്ളൂ, അത് യേശു കർത്താവായിരിക്കും. പക്ഷെങ്കിൽ അവൻ ആദ്യം വന്നത് എന്തിനു വേണ്ടിയാണ്? അവൻ വന്നത് റോമാ സാമ്രാജ്യത്തെ അട്ടിമറിക്കാനല്ല, തൻ്റെ രാജ്യത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇവിടെ കാണുന്ന വളരെ രസകരമായ കാര്യം, റോമാ സാമ്രാജ്യത്തെ അട്ടിമറിക്കാതെ യേശു കർത്താവ് ദൈവാലയത്തിൽ ചെന്നു. 12-ാമത്തെ വാക്യം, ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും കണ്ട് പുറത്താക്കി. പൊൻ വാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ച് കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. അപ്പോൾ ഇവിടെ കാണുന്ന അടുത്ത ഭാഗം, റോമാ സാമ്രാജ്യത്തെ അട്ടിമറിക്കാതെ യേശു കർത്താവ് നേരെ പോയി ആലയത്തെ അട്ടിമറിച്ചു. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രമാണമുണ്ട്, പ്രിയമുള്ളവരെ. എന്താണെന്നറിയാമോ? റോം ഇസ് നോട്ട് ദി ഇഷ്യൂ, ദ ടെമ്പിൾ ഇസ് ദ പ്രോബ്ലം. നമുക്കുള്ള പ്രശ്നം ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം അല്ല, ഒരു സ്പിരിച്വൽ പ്രോബ്ലമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്കെല്ലാവർക്കും ഒരു പ്രവണതയുണ്ട് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സുമായിട്ട് അലൈൻ ചെയ്യാൻ. തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ, തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ അതാണോ നമ്മുടെ പ്രയോറിറ്റി? ഒന്ന് ചിന്തിക്കണം. ഇന്നാണെങ്കിൽ ആരെങ്കിലും ഒരു ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് അവരുടെ കൂടെ അലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു, അവരുടെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നു. ഇന്നത്തെ ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റിലീജിയസ് ലീഡേഴ്സ്. അവരെ വിളിക്കുന്നു, അവർക്ക് അതിൻ്റെ എല്ലാം കാരണം എന്നാ? നമ്മുടെയൊക്കെ ചിന്ത അവരുമായിട്ട് അലൈൻ ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ ഇൻഫ്ലുവൻസ് കൂടുന്നത്. അങ്ങനെയല്ല. യേശു കർത്താവിൻ്റെ കാലത്തും യേശു കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് എന്നാണെന്നറിയോ? ഞാൻ റോമാ സാമ്രാജ്യത്തെ ശരിയാക്കുന്നതിന് മുമ്പ് ശരിയാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആലയത്തെ ശുദ്ധീകരിക്കണം. So the solution is not going to come from the parliament house, it's going to come from the church house. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പലരും ചിന്തിച്ചിരിക്കുന്നത് ഇവരെ എങ്ങനെ പാർലമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ ആകരുത് എന്നല്ല പറഞ്ഞത്. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ ആളുകളുമായിട്ട് അലൈൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്നാ? യോഹന്നാൻ സ്നാപകന്റെ പ്രാഗൽഭ്യം നഷ്ടപ്പെടുകയാണ്. ഹെരോദാവ് വ്യഭിചാരം ചെയ്തപ്പോൾ നേരെ അവന്റെ മുഖത്ത് നോക്കി നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? വി ആർ ട്രൈങ് ടു അലൈൻ വിത്ത് റോം വെൻ വി ഷുഡ് ബി ക്ലീനിങ് ദ ടെമ്പിൾ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം, അല്ലേ? ആ കുറുക്കനോട് എന്ന് പറയാൻ അന്നത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സോട്ട് യേശു കർത്താവ് എങ്ങനെയാ പെരുമാറിയാന്ന് നോക്കി, ആ കുറുക്കനോട് എന്ന് പറഞ്ഞേക്കാൻ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ പ്രോബ്ലം ദാറ്റ് നീഡ്സ് ടു ബി സോൾവ്ഡ് ഇസ് വിതിൻ ആൻഡ് നോട്ട് വിതൗട്ട്. അല്ലെ? നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഈ ഗവൺമെന്റ് മാറി മറ്റേ ഗവൺമെന്റ് വരുമ്പോഴാണ് ഉണർവ് ഇനിയും വരാൻ പോകുന്നത്. അങ്ങനല്ല. ഉണർവ് വരാൻ പോകുന്നത് ദൈവസഭ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്.
അല്ലേ? അപ്പൊ ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി, വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്, ഇവിടെ പൊൻവാണിഭക്കാർ ഇതൊരു ബിസിനസ് മോഡലായി മാറി. എന്താ സംഭവിച്ചത്? അവിടെ ആലയത്തിനകത്ത് ഓരോ കാരണങ്ങൾ, ടെമ്പിൾ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല പല പരിപാടികൾ. പ്രാവിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തപ്പോൾ അതിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കുള്ള സാധനത്തിനെ എക്സ്ചേഞ്ച് ചെയ്ത് കാശിന് വേണ്ടി കൊടുക്കുന്നു. ഇത് വലിയൊരു ബിസിനസ്സായി മാറി. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ആംസ്റ്റർഡാമിലായിരുന്നു. അപ്പോൾ ആംസ്റ്റർഡാമിൽ ഞാനും സാറായും ചെന്നപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞൊരു കാര്യം, കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടത്തെ ദൈവസഭ എന്ന് പറയുന്ന സഭ ഈ എൻറ്റയർ പാപത്തിന്റെ ആ ഒരു എൻവയൺമെന്റിനെ അവരൊരു ബിസിനസ് ആക്കി. എങ്ങനെയാ ബിസിനസ് ആക്കിയത്? അവർ പറഞ്ഞു ഇൻഡൾജൻസ് എന്ന് പറയുന്ന കാര്യം. എന്തോ ഇൻഡൾജൻസ്? നിങ്ങൾ പാപം ചെയ്യുന്നു, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ചെയ്തോ, നിങ്ങൾ ഇവിടെ വന്ന് കൺഫെസ് ചെയ്യണം. കൺഫെസ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഇൻഡൾജൻറ്റ് ടാക്സ് അടയ്ക്കണം. ഇൻഡൾജൻസ് ടാക്സ് അടച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങളോട് പാപം ക്ഷമിക്കും. അപ്പോൾ ഈ സെയിലേഴ്സ് അവര് സമുദ്രത്തിലേക്ക്, കടലിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ഒരുപാട് നാളുകൾ വെയിറ്റ് ചെയ്യണം ഈ ലൈനിൽ. കാരണം അത്രമാത്രം ആളുകൾ അവരുടെ പാപങ്ങൾ ഏറ്റു പറയാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ പെട്ടെന്ന് പുരോഹിതന്മാർ എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇത്രയും കാത്തിരിക്കുകയല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് പോകാൻ സമയമല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വന്ന് കാശ് തന്നാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, നിങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കും. എന്നിട്ട് ഒരു ചിറ്റ് എഴുതി കൊടുക്കും, യു ആർ ഫോർ ഗിവൺ. ഓ, അവർ സന്തോഷം. പിന്നെ അടുത്ത പ്രോസസ്സ് എന്ത് പറ്റി? അവരുടെ വരുമാനം കുറയാതിരിക്കാൻ വേണ്ടി, കാരണം ഈ പുള്ളി കടലിൽ പോയാൽ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല ഈ സെയിലർ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിവേ നീ പോകുകയല്ലേ, അപ്പോൾ ഇനി നിനക്ക് പാപം ചെയ്യാൻ നിനക്ക് സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ പാപം ചെയ്യാൻ നീ പ്ലാൻ ചെയ്തിരിക്കുന്ന ആ പാപത്തിന് വേണ്ടിയും കൂടെ കാശ് ഇപ്പൊ തന്നാൽ ഇൻ അഡ്വാൻസ് ഞങ്ങൾ ഫോർഗിവ്നെസ് വാങ്ങിച്ചു വെച്ചേക്കാമെന്ന് പറഞ്ഞ. മനസ്സിലായോ? ഇന്റലിജൻസ് നിങ്ങൾ കേൾക്കണം. അയ്യോ, അത് അപ്പോൾ ഈ വ്യഭിചാരത്തിന്റെ അധർമ്മത്തിന്റെ കേന്ദ്രമായി മാറിയത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞത്, അതിനകത്ത് ദ സെന്റർ ഓഫ് ദ കറപ്ഷൻ ദർ വാസ് ദ ചർച്ച്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കുക, നിങ്ങൾ അത് പോയൊന്ന് നോക്കണം, അതൊന്ന് കാണണം. ഇത് വിശ്വാസികളൊന്നും അല്ല ഈ ഗൈഡുമാര്, അവര് ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. So they were taking money for forgiveness, for past sins and for future sins. യേശു കർത്താവിന്റെ രക്തത്താൽ സൗജന്യമായി ലഭിക്കുന്ന പാപമോചനത്തെ അവര് വിറ്റ് കാശാക്കി. അതാ അന്നത്തെ കാലത്തെ ചർച്ച ചെയ്ത്. ഇന്നെന്തോ ചെയ്യുന്നത്? വേറെ രീതിയിൽ. അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങോട്ട് ഇട്, നിങ്ങൾ 5 വെച്ചാൽ നിങ്ങൾക്ക് 50 കിട്ടും. എന്തോ നടക്കുന്നത്? എക്സാക്ട്ലി ദ സെയിം തിങ്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യേശു കർത്താവ് സൗമ്യനായ റോമാക്കാരുടെ ഇടയിലൂടെ കടന്നു വന്നേച്ച് അവൻ ദൈവാലയത്തിൽ വന്ന് അവൻ ചാട്ടവാറെടുത്തു. അതിന്റെ കാരണം എന്നാ? സഭ ശുദ്ധീകരിക്കപ്പെടാത്ത കാലത്തോളം ദൈവം ആഗ്രഹിക്കുന്ന ദൈവരാജ്യത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ ഒക്കത്തില്ല. സോ ഇറ്റ് ഈസ് നോട്ട് മൈ അലൈൻമെന്റ് വിത്ത് ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓഫ് ടുഡേ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ഈസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ചർച്ച്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ പൊളിറ്റിക്കൽ അലൈൻമെന്റിന്റെ ആ ഒരു വ്യഗ്രത കാണുമ്പോൾ ഈ ഐ എം അഷെയിംഡ് ഓഫ് ourselves എന്ന് പറഞ്ഞ് നമ്മുടെ നേതാക്കന്മാരെ ആദരിക്കരുതെന്നോ അവരുമായിട്ട് സമ്പർക്കം പുലർത്തരുതെന്നോ ഇൻഫ്ലുവൻസ് ഉപയോഗിക്കരുതെന്നോ ഒന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ സൊല്യൂഷൻ വിൽ നോട്ട് ലൈ ദെയർ. അവിടെ അല്ല അതിന്റെ സൊല്യൂഷൻ ഇരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ. യേശു കർത്താവ് അതിനൊരു വലിയ മാർഗം. പിന്നെ എന്താ പറഞ്ഞേ? എൻ്റെ ആലയം പ്രാർത്ഥനാലയം. പ്രിയമുള്ളവർ, ഞാനൊരു കാര്യം പറയട്ടെ, സങ്കടത്തോടെ പറയാം, പ്രാർത്ഥനയല്ലാതെ ബാക്കി സകലതും ഇന്ന് ആലയങ്ങളിലുണ്ട്. ദി ഓൺലി തിങ് ദാറ്റ് ഇസ് മിസ്സിംഗ് ഇസ് പ്രയർ. ബാക്കി എല്ലാ പരിപാടിയും ഉണ്ട്. കലാമേള വേണോ, പ്രോഗ്രാംസ് വേണോ, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വേണോ, എന്നൊക്കെ വേണോ, എല്ലാം ഉണ്ട്. അതൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, എല്ലാ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ പ്രാർത്ഥന ഇല്ല. പ്രാർത്ഥിക്കാൻ ഒന്ന് വിളിച്ചു കൂട്ടിക്കുക ആളുകളെ. എവിടെ കാണും ആളുകളെ? ഒറ്റ മനുഷ്യനെ കാണത്തില്ല, ഇല്ലയോ? ബാക്കി സകലമാന പരിപാടി എന്തൊക്കെ വേണോ സകലതുമുണ്ട്. There is no prayer in the house of God. പക്ഷെ യേശു കർത്താവ് പറയുന്നത് എന്താ? എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. ഒന്ന് മടങ്ങി വന്നാലുണ്ടല്ലോ പ്രിയമുള്ളവരെ, കർത്താവ് വലിയവ ചെയ്യും. നമ്മൾ വലിയ പുതിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പഴയതിലേക്കൊന്ന് മടങ്ങി വന്നാൽ മതി. നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് വിനയപ്പെടണം. വേറെ ഒരു പരിപാടിയും വേണ്ട. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ.
ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സ്വന്തം ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ആത്മീയ വർധനവിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, അത്ഭുതം ദൈവം ചെയ്യും. God will do amazing things when his people come together for prayer. പക്ഷെ ഇന്ന് സങ്കടത്തോടെ ഞാൻ പറയാം, ഇതൊഴികെ സകല പരിപാടിയുണ്ട്. സകല പരിപാടി, ഈ ലോകത്തിൽ കാണുന്ന പരിപാടി വരെ നമുക്കുണ്ട് അകത്ത്. പക്ഷെങ്കിൽ വി ഹാവ് നോ പ്രയർ. വി ഹാവ് നോ പ്രയർ. പലപ്പോഴും നമ്മൾ ഈ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോഴേ, യേശു കർത്താവ് സൗമ്യനായിരുന്നു, നമ്മൾ വിധിക്കാൻ പാടില്ല, ആരെയും കുറ്റം പറയാൻ, ഇതെല്ലാം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. ഇതെല്ലാം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. കർത്താവ് ചാട്ടയെടുത്തു. എന്നാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവന്റെ അടുക്കൽ ഓടി വന്ന് അവൻ അവരെ സൗഖ്യമാക്കി. അതുകൊണ്ട് ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ബലഹീനനും പാപിയുമായ മനുഷ്യർ ഓടി കർത്താവിന്റെ ചാട്ട എടുത്തുകൊണ്ടിരുന്ന യേശു കർത്താവിന്റെ അടുക്ക വരും. അതിന്റെ കാരണം അവരുടെ ഹൃദയത്തിനകത്ത് ഒരു വിനയം, ഒരു ആവശ്യകത. കർത്താവെ, നീ എന്നെ തൊടണം. ദേ ആർ നോട്ട് ഇന്റിമിഡേറ്റഡ് ബൈ ജീസസ്. പരീശന്മാരും ശാസ്ത്രിമാരും യേശു കർത്താവിനെ കാണുമ്പോഴത്തേക്കൊന്ന് കിടുകിട വിറയ്ക്കുന്നത്, അല്ലയോ? പാപിനിയായ സ്ത്രീക്ക് എന്ത് പ്രശ്നം? രക്തസ്രാവമുള്ള സ്ത്രീക്ക് എന്നാ പ്രശ്നം? അന്ധനായ ബർത്തിമായിക്ക് എന്നാ പ്രശ്നം? യേശുവേ, ദാവീദ് പുത്ര. the sinner who knows of his condition, അല്ലേ? സ്വന്തം അവസ്ഥയെക്കുറിച്ച് ബോധ്യമുള്ള ഏവനും യേശു കർത്താവിന്റെ അടുക്കൽ വരാൻ ഒരു പ്രയാസവും ഇല്ല. ഇന്നും അങ്ങനെ സ്വയനീതിയിലും സ്വയപര്യാപ്തതയിലും ഒക്കെ പ്രശംസിച്ച് നിൽക്കുന്നവൻ ഇന്ന് യേശു കർത്താവിനെ കാണുമ്പോൾ ദേ ഗെറ്റ് ഇന്റിമിഡേറ്റഡ്. അതുകൊണ്ടാണ് വലിയ പുള്ളിയൊക്കെ കളിച്ച് നിൽക്കുന്നത്, മസിലൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്നത്. എന്നാൽ സ്വന്തം ആവശ്യകതയെക്കുറിച്ച് ബോധ്യമുള്ളവനോ ഓടി അവന്റെ കാൽക്കൽ വീണ് കൃപ ലഭിക്കും, അല്ലേ? ദേ റിസീവ് ദി ഗ്രേസ്. ഇന്നും അങ്ങനെയുള്ളവർക്കേ ഉള്ളൂ കൃപ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിനോട് ആരെങ്കിലും എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കർത്താവ് ഇല്ല, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ എനിബഡി റിജക്റ്റഡ് വെൻ ദേ ക്രൈഡ് ഫോർ മേഴ്സി? ഒരൊറ്റ മനുഷ്യനെ കർത്താവ് തടഞ്ഞിട്ടില്ല. ഇന്നും കരുണ തക്ക സമയത്ത് കരുണ ലഭിക്കുവാൻ, അല്ലേ? അറ്റ് ദ റൈറ്റ് ടൈം നമുക്ക് ധൈര്യമായിട്ട് പോകാം കൃപാസനത്തിന്റെ അരികിൽ. എന്നാൽ ഇത് കഴിയുമ്പോൾ ഉടനെ നമ്മൾ കാണുന്നത് പരീശന്മാർക്കൊക്കെ പിന്നെയും പ്രശ്നം. 15 മുതൽ 17 വരെ. എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരുടെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവൻ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒഴുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. അതുകൊണ്ട് യേശു കർത്താവിന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് പാട്ടുപാടി കർത്താവിന് സ്തുതി കൊടുക്കുന്ന ഈ യൗവനക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വലിയ താടിയും വലിയ പാർട്ടികൾക്കൊക്കെ വലിയ പ്രശ്നം. അവർക്ക് ഭയങ്കര പ്രോബ്ലം. ഇന്നും ഇങ്ങനെ തന്നെയാ, അല്ലയോ? ഇവരെല്ലാം അത്ഭുതം കാണുന്നുണ്ട്, കർത്താവ് ചെയ്യുന്നതെല്ലാം കാണുന്നുണ്ട്, പക്ഷെങ്കിൽ ഇതിന്റെ അർത്ഥം അവർ മിസ് ചെയ്യുന്നു, അല്ലേ? ഇന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്, യൗവനക്കാർ ഒരുമിച്ച് കൂടി കർത്താവിനെ ഒന്ന് ആരാധിച്ചു കഴിഞ്ഞാൽ എന്തുമാത്രം പ്രശ്നങ്ങളാ. അവൻ അപ്പുറത്ത് പോയി കള്ളു കുടിച്ച് നടന്നാൽ ആർക്കും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ എന്തെങ്കിലും ഒന്ന് ആരാധിച്ച് ഒന്ന് കൈ കൊട്ടിക്കഴിഞ്ഞാൽ ഉയ്യോ എന്തൊക്കെ അവരോട് നിർത്താൻ പറ, ഇവർക്ക് എന്തൊരു ചാട്ടവും മറിച്ച് എന്തൊരിത്. വടം വലിച്ചു നടന്നാലോ അവിടെ വലിയ വഞ്ചിപ്പാട്ട് പാടിയാൽ ഇതൊന്നും വിഷയമല്ല. ദൈവസന്നിധിയിൽ ഒരു 5, 6, 7 യൗവനക്കാര് കർത്താവിന്റെ മുമ്പിൽ ഒന്ന് സന്തോഷത്തോടൊന്ന് ആർത്ത് വിളിച്ചു കഴിഞ്ഞാൽ മെഗാ പ്രോബ്ലം. ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവ? അതേ പരീശ സ്പിരിറ്റാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. കാരണം അവർക്ക് യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഫോർമേറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ രാജാവ് ഞങ്ങളുടെ വിധത്തിൽ വാഴാൻ മതി, അങ്ങനല്ല. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയാ, എന്താ പറഞ്ഞേ? ശിശുക്കളുടെയും മുല കൊടുക്കുന്നവരുടെയും വായിൽ നിന്നും നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നീ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? ഒന്നും വായിച്ചിട്ടില്ലയോ നീ? ചിൽഡ്രൻ നാച്ചുറലി. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണുകയില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം അതാ, അല്ലേ? മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് വേണ്ടി പാടുകയും കർത്താവിന് വേണ്ടി നൃത്തം ചെയ്യുന്ന യൗവനക്കാരെയൊക്കെ കാണുമ്പോൾ ഇന്നും ആ സ്പിരിറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
എനിവേ, അവിടുന്ന് യേശു കർത്താവ് ഇറങ്ങിപ്പോയി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാച്ച് അവന് ആ നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. അതിനകത്തൊരു വലിയ പരിപാടിയുണ്ട്. യേശു കർത്താവ് ആലയത്തിൽ നിന്ന് പുറപ്പെടുന്നു, സ്ഥലം വിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, മുമ്പേ ശലോമോന്റെ ഏർ, ഏം, ആലയത്തിൽ നിന്ന് പുറത്തു പോയ പോലെ കല്ലിന്റെ മേൽ കല്ല് ശേഷിക്കാത്ത ഒരു അവസ്ഥ. ഇന്ന് എവ്രിബഡി വാണ്ട്സ് എ ഫോം ഓഫ് വർഷിപ്പ് വിത്തൗട്ട് ദ കിങ് ഹിംസെൽഫ്. യേശു കർത്താവ് ഇല്ലാതെ ഇന്നും നിങ്ങൾ ഓർത്ത് നോക്കിയിട്ടുണ്ടോ? യേശു കർത്താവ്, അവരുടെ രാജാവ്, അവിടുന്ന് ഇറങ്ങിപ്പോയിട്ടും അവർ ആരാധന കഴിച്ചുകൊണ്ടിരിക്കുക. യോ, എന്തോ ഒരു ട്രാജഡിയാ. യേശു കർത്താവ് ഇറങ്ങിപ്പോയി, പക്ഷെ പിന്നെ ആരാധന നടക്കുക. ഇന്നും അനേക സ്ഥലങ്ങളിൽ അതല്ലേ. കർത്താവ് പണ്ട് പണ്ടേ സ്ഥലം വിട്ടു, ഇന്നും ആരാധന നടന്നുകൊണ്ടിരിക്കുക. ദി ഒബ്ജക്ട് ഓഫ് വർഷിപ്പ് ഇസ് നോട്ട് ദെയർ, ബട്ട് ദ ഫോം ഓഫ് വർഷിപ്പ് സ്റ്റിൽ എക്സിസ്റ്റ്. വളരെ സങ്കടകരമായ ഒരവസ്ഥ. ആട്ടെ, ഇനി അടുത്ത വിഷയത്തിലേക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. 18 മുതൽ 19 വരെ. രാവിലെ അവൻ നഗരത്തിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് വിശന്നിട്ട് വഴികയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. അടുക്ക ചെന്നു അതിൽ ഇല ഇലയല്ലാതെ ഒന്നും കാണായികയാൽ ഇനി നിന്നിൽ ഒരു നാളും ഫലമുണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അടുത്ത ഒരു വലിയ ട്രാജഡി. ആ കാലത്ത് ഒരുപാട് ഇലകളുള്ള ഒരു അത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിന് ഫലമുണ്ടെന്ന. അതിന് വേറെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആ കാലത്ത് ആ ദേശങ്ങളിൽ ഒരുപാട് ഇലകളുള്ള ഒരു അത്തിവൃക്ഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫലമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഈ ദൂരെ നിന്ന് നോക്കിയപ്പോൾ യേശു കർത്താവ് ഈ ഇലകളെല്ലാം കണ്ടിട്ട് ഓർത്തു, നല്ല കുറെ ഫലം കാണുമല്ലോ, ഞാൻ അങ്ങോട്ട് പോകട്ടെ. അവിടെ ചെന്ന് നോക്കിയപ്പോഴ ഇല മാത്രമേ ഉള്ളൂ, ഫലമില്ല. മനസ്സിലായോ? സോ ഇറ്റ് ഹാഡ് ദി അപ്പിയറൻസ് ഓഫ് ബീങ് പ്രൊഡക്റ്റീവ് while it was very barren. സ്പിരിച്വൽ ഹിപ്പോക്രസി. കണ്ടു കഴിഞ്ഞപ്പോൾ ഓർത്തു, ഭയങ്കര ഫലമായിരിക്കും. അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഫലമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എങ്ങനെയാ? ആളുകൾ കാണുമ്പോൾ ഭയങ്കര ലീഫി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്, അകത്ത് ഫലമുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കണം. എന്നോട് തന്നെ വിരൽ ചൂണ്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്നോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ കാണുമ്പോൾ യെസ്, ആവശ്യത്തിന് ഇലകളുണ്ട്, കാണുമ്പോൾ ഭംഗിയുണ്ട്, കാണുമ്പോൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ഒരു ലുക്കുണ്ട്. പക്ഷെ യേശു കർത്താവ് അടുത്ത് വന്ന് നിൽക്കുമ്പോൾ കൊടുക്കാൻ ഫലം വല്ലതും ഉണ്ടോ? ആത്മനിറവുള്ളവനെ ഫലമുള്ളൂ, ആത്മാവിന്റെ നിറവില്ലാതെ ഫലമില്ല. അതുകൊണ്ട് ഇലകൾ മാത്രം പോരാ പ്രിയമുള്ളവരെ, നമുക്ക് ഫലം ഉണ്ടാകണം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത്, യേശു കർത്താവ് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി നിനക്ക് ഒരു നാളും ഫലം ഉണ്ടാകരുത്. അപ്പോൾ there is always judgment on spiritual hypocrisy also. കപടഭക്തിക്ക് വലിയ ന്യായവിധിയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മളെ ആളുകളുടെ മുമ്പിൽ നമ്മളൊരു ഭയങ്കര ഒരു പടം വരച്ച് കാട്ടിയിരിക്കുക, നമ്മൾ ഭയങ്കര ഫലമുള്ളവരാ. ചിലരുടെയൊക്കെ സ്റ്റേറ്റസും വാട്സാപ്പ് സ്റ്റേറ്റസും ഒക്കെ കണ്ടു കഴിഞ്ഞു, എൻ്റെ ദൈവമേ, എന്തോ എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടലെന്നല്ല ഞാൻ പറഞ്ഞു, പ്ലീസ് ഇടണം കേട്ടോ. പക്ഷെ അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഫലവും വേണം. ചിലപ്പോൾ നമ്മളെയൊക്കെ മീറ്റിങ്ങിൽ കണ്ടു കഴിഞ്ഞാലേ, ഇപ്പം ഞാൻ തന്നെ വല്ലവരും കുറിച്ച് പറയുന്നത്, ആ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഭവ്യതയും നമ്മുടെ ആത്മീയതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ ഓർക്കും ഭയങ്കര ഫലമാണ്. നേരെ ജോലി സ്ഥലത്തോട്ട് പോകുമ്പോഴോ ആ ഭവ്യതയുണ്ടോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. ഇപ്പൊ കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ചെറിയ കാണുന്നവരൊക്കെ ഭവ്യമായ മുഖം, ബൈബിള് നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുന്നു. കാരണം ആ സമയത്ത് എനിക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലാതെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, അങ്ങനെ തന്നെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ജോലി സ്ഥലത്ത് പോകുമ്പോഴോ, അയ്യോ, ഇതേ ആളാന്നോ? കർത്താവ് പറയാ, ഇല മാത്രം പോരാ, ഫലം വേണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവർ ഇതുണ്ടാകട്ടെ. ആളുകളെ കളിപ്പിച്ച് നടന്നാൽ യേശു കർത്താവിന്റെ ന്യായവിധി നമ്മൾ കാണാം. കർത്താവ് പറഞ്ഞ ഉടനെ ഇമ്മീഡിയറ്റ്, അത് യേശു കർത്താവിന്റെ അതോറിറ്റിയാണ്. അതങ്ങോട്ട് പറഞ്ഞ ഉടനെ ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ അമ്പരുന്നു. 20-22. ശിഷ്യന്മാർ അത് കണ്ടാറെ അത്തി ഇത്ര ക്ഷണത്തിൽ ഉണങ്ങിപ്പോയത് എങ്ങനെയെന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടു. അതിന് യേശു, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട്
നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറയുന്നു. അപ്പൊ കർത്താവ് പറയുക, നിങ്ങൾ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇങ്ങനെ ആശ്ചര്യപ്പെടുന്നത് എന്താ? നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇതല്ല ഇതിന്റെ അപ്പുറവും സംഭവിക്കുന്ന കർത്താവ് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഈ അത്ഭുതത്തെ നോക്കി നിങ്ങൾ ആശ്ചര്യപ്പെടാതെ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നോക്ക് എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഫെയ്ത്ത് മസ്റ്റ് ബി അക്കംപനീഡ് ബൈ കോൺഫിഡൻസ് ഇൻ ഗോഡ്. നിങ്ങൾ സംശയിക്കരുത്, ധൈര്യമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന, വിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന അധികം ഫലം തരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അത് നന്നായിട്ട് അങ്ങ് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടുമെന്നല്ല ഇതിന്റെ അർത്ഥം. ഇവിടാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ ആളുകൾ എന്നാ ചിന്തിക്കുന്നത് പറയും, ഓ നിങ്ങൾക്കത് വേണോ, നിങ്ങൾ അങ്ങ് മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ മതി, വിട്ടുകൊടുക്കാതെ പ്രാർത്ഥിച്ചാൽ മതി, അത് കിട്ടും. അതല്ല അതിന്റെ അർത്ഥം. എൻ്റെ ആഗ്രഹങ്ങളെ ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് അലൈൻ ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രോമിസസിനനുസരിച്ച് എനിക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് പ്രാർത്ഥിച്ച് വിശ്വാസത്താൽ പ്രാപിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇന്ന് പലർക്കും ഉള്ള പ്രശ്നം ഇതാണ്. എന്താണ് അവർ ചിന്തിച്ചിരിക്കുന്ന? ഈ വാക്യം എടുത്തു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നാളെ തൊട്ട് എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എൻ്റെ വാ കൊണ്ട് ഏറ്റു പറഞ്ഞ് ഞാൻ അങ്ങ് സാധിപ്പിക്കും. അത് ശരിയായ ഒരു, ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ക്രിസ്ത്യാനിറ്റി. ദാറ്റ് ഇസ് സെൽഫിഷ് ക്രിസ്ത്യാനിറ്റി. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പ്രാപിക്കും. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി. എന്നാൽ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വിശ്വസിച്ചാൽ ഇതല്ല അതിൻ്റെ അപ്പുറവും നടക്കും എന്നുള്ളത്. അതുകൊണ്ട് വിശ്വാസം ആകുമ്പോൾ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആർ എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും, അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നു എന്ന് നിങ്ങളോട് ഞാനും പറയും. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന് വന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ തമ്മിൽ ആലോചിച്ച്, സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു, എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട്, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാൻ ഇത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവിന്റെ അധികാരത്തിലുള്ള ചോദ്യം, അധികാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് കർത്താവ് വേറൊരു ചോദ്യം ചോദിക്കുന്നു. എന്തുവാ? നിങ്ങൾ യോഹന്നാന്റെ സ്നാനം എവിടുന്ന് വന്നു എന്ന് പറ. മറിച്ചൊരു ചോദ്യം. എന്തുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്? നിങ്ങൾ ആദ്യമേ സത്യസന്ധമായിട്ട് വന്ന് ചോദ്യങ്ങൾ ചോദിക്കും. ഈ പലപ്പോഴുമേ നമ്മുടെ ചോദ്യങ്ങൾ കുടുക്കു ചോദ്യങ്ങളാണ്, അല്ലേ? കുടുക്കു ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ? നമുക്ക് കറക്റ്റായിട്ടുള്ളത് നമുക്ക് പറയാൻ നാം ആഗ്രഹിക്കുന്നു, കറക്റ്റായിട്ടുള്ളത്. അപ്പം ഈ കുടുക്കു ചോദ്യങ്ങളുടെ പ്രത്യേകത, എനിക്ക് ഉത്തരമല്ല വേണ്ടിയത്, പിന്നെന്താ വേണ്ടിയത്? ഞാൻ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പൊ കർത്താവ് പറയാൻ ആഗ്രഹിച്ച എന്നാന്നറിയാം? നിങ്ങൾ ആദ്യം കം ടു ട്രാൻസ്പെറൻസി. നിങ്ങൾക്ക് സത്യമായിട്ട് ഇതിന് ഉത്തരം വേണോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അന്വേഷിപ്പീൻ എന്നാൽ കണ്ടെത്തും. പ്രിയമുള്ളവരെ, സത്യത്തിനു വേണ്ടി ആരെങ്കിലും പുറപ്പെട്ടാൽ, എനിക്കൊന്ന് നബീൽ ഖുറേഷിയാന്ന് തോന്നുന്നു പറഞ്ഞത്, സത്യമായിട്ട് ഐ വാസ് സീക്കിംഗ് അല്ലാ, ഐ ഫൗണ്ട് ജീസസ്. പുള്ളി പറഞ്ഞതാ, ഞാൻ സത്യമായിട്ട് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അന്വേഷിച്ച് തുടങ്ങിയതാ, ഞാൻ യേശു. സത്യത്തിന്റെ പുറകിൽ ആര് പോയാലും അവസാനം ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് വഴിയും സത്യവും ജീവനുമായവന്റെ പാദപീഠത്തിൽ വരും, യാതൊരു സംശയമില്ല. അവൻ ഇനി ഏത് മതസ്ഥനാണെങ്കിലും ഏത് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും സത്യമായി ഇതിന്റെ പുറകിൽ വന്നാൽ. അപ്പൊ പരീക്ഷന്മാരോട് കർത്താവ് ചോദിക്കാൻ ആഗ്രഹിച്ചത്, നിങ്ങൾ ആദ്യം സത്യമായിട്ടുള്ളത് എന്നോട് പറ. ഷോ മീ യുവർ ട്രൂത്ത്, ഷോ മീ ഹൗ പ്യോർ യുവർ ഇന്റൻഷൻസ് ആർ, എന്നാ ഞാൻ ഉത്തരം പറയാം. മനസ്സിലായോ? അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അത്രയും പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ ഉത്തരം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഉത്തരം പറയാൻ പോകേണ്ട കാര്യമില്ലെന്ന് അതിന്റെ അർത്ഥം. ചിലരോട് ഉത്തരം പറയാതിരിക്കുന്നതാണ് നല്ലത്. അതാണ് കർത്താവ് പറയാൻ ആഗ്രഹിച്ചത്. അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെളിച്ചം ലഭിച്ച് വെളിച്ചത്തോട് പ്രതികരിച്ചവന് കൂടുതൽ സത്യം ലഭിക്കും. മനസ്സിലായോ? God will always give more light to those who have already responded to the light they have received. ലഭിച്ച സത്യത്തിന്, ലഭിച്ച വെളിച്ചത്തിനോട് പ്രതികരിച്ചവർക്ക്
കൂടുതൽ സത്യം ലഭിക്കും. ചിലരോട് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അതിന്റെ കാരണം എന്നാ? അവർ ലഭിച്ച സത്യത്തോട് പ്രതികരിച്ചിട്ടില്ല. ചിലർ വന്ന് പറയും, ചിലർ അങ്ങ് ഉടക്കാൻ വേണ്ടി ചോദിക്കും, എന്നാ ഇങ്ങനാണ്, ഇങ്ങനെ പറ, നിങ്ങൾ സത്യമായിട്ട് പറ, കർത്താവിന് ഇങ്ങനാണെങ്കിൽ, കർത്താവിന് ചെയ്യാൻ പറ്റുമെങ്കിൽ, കർത്താവിന്. ഇതെല്ലാം ചോദിക്കുന്നത് കൊടുക്കാൻ വേണ്ടി, അല്ലാതെ അവർക്ക് സത്യം അറിയാൻ വേണ്ടിയല്ല. പക്ഷെ സത്യം അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരാൾക്ക് ദൈവം എന്നും അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കും. ഏത് സത്യാന്വേഷിക്കും ആ ഉത്തരം ലഭിച്ചിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ നിർത്താം. 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമത്തവന്റെ അടുക്കൽ ചെന്ന്, മകനെ, ഇന്ന് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുദപിച്ചു അവൻ പോയി. രണ്ടാമത്തവന്റെ അടുക്കൽ അവൻ ചെന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞപ്പോൾ, ഞാൻ പോകാം അപ്പ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. പോയില്ല താനും. ഈ രണ്ടുപേരിൽ ആർ ആകുന്നു അപ്പന്റെ ഇഷ്ടം ചെയ്തത്? ഒന്നാമത്തവൻ എന്ന് അവർ പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യന്മാരും നിങ്ങൾക്ക് മുമ്പായി ദൈവരാജ്യത്തിൽ കടക്കുന്നു എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ നീതിമാർഗം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു, നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യമാരും അവനെ വിശ്വസിച്ചു. അത് കണ്ടിട്ടും നിങ്ങൾ അവനെ വിശ്വസിപ്പാൻ തക്കവണ്ണം പിന്നത്തേതിൽ അനുദപിച്ചില്ല. ഇതൊരു വലിയ ഒരു സത്യം. ഇവിടെ ആദ്യത്തെ പുത്രൻ പറഞ്ഞു, എടാ നീ ഇത് പോയി ചെയ്യും. അവൻ പറഞ്ഞു, ഞാൻ പോത്തില്ല. പക്ഷെങ്കിൽ അവസാനം അവൻ അനുദപിച്ച് അവൻ പോയി. രണ്ടാമത്തെ പുത്രൻ ഓക്കെ 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 എന്ന് പറഞ്ഞു, പക്ഷെ അവൻ പോയുമില്ല. അപ്പൊ ആരാ ഇഷ്ടം ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശരി, ആദ്യത്തേവനാ ചെയ്തത്. അവന്റെ തുടക്കം ശരിയല്ലെങ്കിലും അവന്റെ അവസാനം നല്ലതായിരുന്നു. പ്രിയമുള്ളവരെ, ഈ യേശു കർത്താവിന്റെ രാജ്യത്തിന്റെ പ്രത്യേകത ആദ്യം കയറുന്ന ഈ വെറൈറ്റി സാധനങ്ങളാണ്. ചുങ്കക്കാരും പാവികളും. ചിലരാണ് എല്ലാം പറയുന്നത് കറക്റ്റാ, അവരുടെ ലൈഫൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റാ, പക്ഷെ ഇതുവരെ ദൈവരാജ്യത്തിൽ കടന്നിട്ടില്ല. അതിന്റെ കാരണം എന്നാ? സ്വയപര്യാപ്തത. ഞങ്ങൾ അത്ര മോശക്കാരാണോ? ഞങ്ങൾക്ക് എന്നാ പ്രശ്നം? ഞങ്ങൾ ഇത്രയും പാരമ്പര്യമുള്ളവരല്ലേ? നിങ്ങൾക്ക് എന്നാ പറയാനുള്ളത്? അവിടെ ഒരു പാപി നെഞ്ചത്തോടടിച്ചിട്ട് കർത്താവെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കും. അവനകത്ത് കയറും, ബാക്കിയുള്ളവൻ പുറത്ത് നിൽക്കത്തേ ഉള്ളൂ. ഇത് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ് പ്രിയമുള്ളവരെ. ഇതുപോലെ തന്നെയാ ദൈവവേലയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവവേല കർത്താവ് പറയും, എടാ നീ ഇത് ചെയ്യണം, നീ സുവിശേഷം പറയണം, നീ എന്നെ. ചില പുള്ളികൾ പറയും, കർത്താവ് ഈ വഴിക്ക് ഞാൻ വരത്തില്ല. എന്നെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഈ വഴിക്ക് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനാ ഞാൻ. ഏതാ സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ഈ സൈഡിലേക്കേ വരത്തില്ല എന്ന് കച്ച കെട്ടി തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. യാതൊരു മടിയും കൂടാതെ ഞാൻ പറയാം. പിന്നെ അവസാനം കർത്താവിന്റെ വലിയ കൃപയാൽ ആവാൻ പീഡിച്ച് അകത്താക്കി. ചില പുള്ളികളാണെങ്കിൽ, അയ്യോ ഞാൻ കർത്താവിന് വേണ്ടി പോവും, ഞാൻ അവിടുന്ന് ചെയ്യും, ഇത് ചെയ്യും, അവസാനം എങ്ങും പോത്തുമില്ല. അല്ലേ? എങ്ങും പോത്തുമില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പിമ്പന്മാര് മുഴുവൻ മുമ്പന്മാരാകുന്നു. അതാ കർത്താവ് പറഞ്ഞത്, പിമ്പന്മാര്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇന്നും ദൈവരാജ്യത്തിൽ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്ത ആളുകളെയൊക്കെ കർത്താവ് രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നാൽ അനേകരും പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിലും അവസാനം ചെന്ന് അതിനകത്ത് പെടുന്നില്ല എന്നുള്ളതാണ്. 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ വേറൊരു ഉപമ പറയുന്നു. മറ്റൊരു ഉപമ കേൾപ്പീൻ. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചകു കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്തേക്ക് പോയി. ഫലകാലം സമീപിച്ചപ്പോൾ തനിക്കുള്ള അനുഭവം വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കുടിയന്മാരുടെ അടുക്കൽ അയച്ചു. കുടിയന്മാരോ അവന്റെ ദാസന്മാരെ പിടിച്ചു അവനെ തല്ലി, ഒരുവനെ കൊന്നു, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു. അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. ഒടുവിൽ അവൻ, എന്റെ മകനെ അവര് ശങ്കിക്കുമെന്ന് പറഞ്ഞു മകനെ അവരുടെ അടുക്കൽ അയച്ചു. മകനെ കണ്ടിട്ട് കുടിയാന്മാർ, ഇവൻ അവകാശി, വരുവീൻ, നാം അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കുക എന്ന് തമ്മിൽ പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയന്മാരോട് എന്ത് ചെയ്യും? അവൻ ആ വല്ലാത്തവരെ വല്ലാതെ നിഗ്രഹിച്ച് തക്ക സമയത്ത് അനുഭവം കൊടുക്കുന്ന വേറെ കുടിയാന്മാർക്ക് തോട്ടം ഏൽപ്പിക്കും എന്ന് അവർ അവനോട് പറഞ്ഞു.
ഇവിടെ തോട്ടം ദാസന്മാരെ ഏൽപ്പിച്ചു. എന്നാൽ ദാസന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു കാര്യം മറന്നുപോയി. എന്താ മറന്നുപോയത്? അവർ ഇതിന്റെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ, ഇതിന്റെ ഉടയവൻ യജമാനനാന്നുള്ള കാര്യം അവർ മറന്നുപോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, എൻ്റെ വീട്, എൻ്റെ മക്കൾ, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ ശുശ്രൂഷ, ഒരിക്കലും ആ സ്ഥലത്തേക്ക് നമ്മൾ വരരുത്. ദൈവത്തിൻ്റെ ഭവനം, ദൈവം തന്ന മക്കൾ, ദൈവം തന്ന ജോലി, ദൈവം തന്ന ശുശ്രൂഷ, ഞാൻ ഇതിനൊരു മേൽനോട്ടം വഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഐ എം ഓൺലി എ കെയർ ടേക്കർ. അതുകൊണ്ട് നമ്മളത് മറന്നു പോകരുത്. യേശു കർത്താവ് തന്നെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആദ്യം പ്രവാചകന്മാരെ വിട്ടു, പിന്നെ അതിനേക്കാട്ടിലും ശക്തന്മാരായ പ്രവാചകന്മാരെ വിട്ടു. അവരെ എല്ലാം അവർ കൊന്നു കളഞ്ഞു. അവസാന ദൈവം പറഞ്ഞു, ഓക്കെ, എൻ്റെ സ്വന്തം പുത്രനെ ഞാൻ അങ്ങ് അയക്കാൻ പോവുക. അവനെയും പിടിച്ച് അവർ കൊന്നു കളഞ്ഞു. അങ്ങനെ പുത്രനെ അംഗീകരിക്കാത്ത ജനത്തോട് ദൈവം എന്നാ ചെയ്യും? അവൻ വരുമ്പോൾ വലിയ ന്യായവിധി അവരുടെ മേൽ അവൻ ചുമത്തും. അതിന് യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ കൊലപാതകമല്ല, വ്യഭിചാരമല്ല, പിന്നെയോ യേശു കർത്താവ് എന്ന ദൈവപുത്രനെ അംഗീകരിക്കാതെ തള്ളിക്കളയുന്നതാണ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റാത്തൊരു പാപമുണ്ട്. അതെന്താണ്? ഇതേ ഉള്ളൂ, റിജക്റ്റിംഗ് ദ സൺ. യേശു കർത്താവിനെ നാം തിരസ്കരിച്ചാൽ പിന്നെ നമുക്ക് ക്ഷമ ലഭിക്കാൻ വേറൊരു വഴിയുമില്ല. അവസാനത്തെ ഭാഗത്തിലേക്ക് വരുന്നു, 42 മുതൽ 46 വരെ. യേശു അവരോട്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് അവരുടെ മേൽ എങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അവന്റെ ഉപമകളെ മഹാപുരോഹിതന്മാരും പരീശന്മാരും കേട്ടിട്ട് തങ്ങളെ കൊണ്ട് പറയുന്നു എന്ന് അറിഞ്ഞു. അവനെ പിടിപ്പാൻ അന്വേഷിച്ചു. എന്നാൽ പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുക കൊണ്ട് അവരെ ഭയപ്പെട്ടു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇതെവിടാ സാധാരണ കാണുന്നത്? ഞാനിത് കാണുന്നത് കല്യാണക്കുറിയില്ല. ഞാൻ വേറെ എങ്ങും ഇത് കാണാറില്ല, അല്ലേ? കല്യാണക്കുറിയിൽ ദിസ് ഇസ് ദ ലോർഡ്സ് ഡൂയിങ്, ഇറ്റ് ഇസ് മാർവലസ് ഇൻ ആർ ഐസ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കാര്യമല്ലേ? കർത്താവിനാൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളാണ്. അതല്ല ഇതിൻ്റെ അർത്ഥം ഇവിടെ കേട്ടോ, കോണ്ടെക്സ്റ്റിൽ വായിക്കണം. എന്തുവാ അത്ഭുതമായി! അതായത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീരുന്നതാണ് അത്ഭുതം. അവര് ദൈവപുത്രനെ തള്ളിക്കളഞ്ഞ കല്ല്, ആ തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലായി മാറുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഈ ഒരൊറ്റ സന്ദേശം പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുന്നു. ജീസസ് ക്യാൻ ഈദർ ബിക്കം ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ഓർ ഹി ക്യാൻ ബിക്കം ദ ഫൗണ്ടേഷൻ സ്റ്റോൺ. ഇത് നമ്മൾ മനസ്സിലാക്കണം. യേശു കർത്താവ് ഈ രണ്ട് വിധത്തിലെ നമുക്ക് ന്യൂട്രാലിറ്റി ഇല്ല. യേശു കർത്താവിനെ സംബന്ധിച്ചോളം നമുക്ക് ന്യൂട്രാലിറ്റി ഇല്ല. There are only two ways in which Jesus will become real to you. ഒന്ന്, ഇടർച്ച ഉണ്ടാകുന്ന കല്ല്. എന്തുവാണ് പറയുന്നത്? ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, ദ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്. രണ്ട്, അവൻ മൂലക്കല്ലാകും. അപ്പൊ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ, ഇന്ന് യേശു കർത്താവിന്റെ സന്നിധിയിൽ നാം നിൽക്കുമെങ്കിൽ, അവൻ സൗമ്യനായി കഴുതപ്പുറത്ത് വന്നു ആദ്യം, ശരിയാണ്, തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി വന്നു, സത്യം. എന്നാൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, രാജാതി രാജാവും ലോകത്തിന്റെ ന്യായാധിപനുമായി വരുമ്പോൾ, അവന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, അവൻ മൂലക്കല്ലാണോ അതോ നാം തകർന്നു പോകുന്ന കല്ലായി മാറുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. There is no neutrality about Jesus. There is no neutrality. അവിടെയുമല്ല ഇവിടെയുമല്ല, തൊടാതെ പോകാൻ ഒക്കത്തില്ല. Either he will be a cornerstone or he will be a stumbling stone. അതുകൊണ്ട് ഇന്ന് ഓർത്തോണം പ്രിയമുള്ളവരെ,
അവനിൽ പ്രത്യാശ വെക്കാൻ നാം മറന്നു പോകരുത്. ബാക്കി എല്ലാം വിട്ടു വിട്ടു. പക്ഷെ ഈ കല്ലിന്റെ മേൽ വീഴുന്നത് വളരെ ഡേഞ്ചറസ് ആണ്. ഈ ഈ സൗമ്യനായി കഴുതപ്പുറത്ത് വന്ന യേശു കർത്താവിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 21 ശരി, വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോഴേ എന്തുവാ നമ്മൾ വായിക്കുന്നതെന്നറിയോ? ഈ ദൈവത്തിന്റെ ക്രോധം സഹിക്കാനാവാതെ ആളുകൾ കരയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പറയാ, ഈ കല്ലുകളും മലകളും ഞങ്ങളുടെ മേൽ വന്ന് വീഴട്ടെ, ലെസ്റ്റ് വി ഫേസ് ദ wrath ഓഫ് ദ lamb. കുഞ്ഞാടിന്റെ ഉഗ്രകോപത്തിന്റെ മുമ്പിൽ വരുന്നതിനേക്കാൾ നല്ലത് ഈ കല്ലുകളും മലകളും ഞങ്ങളുടെ മേൽ വീഴട്ടെ. Either Jesus will be your foundation cornerstone or he will be a stumbling stone. ഇതിന്റെ മേൽ വീഴുന്നവനെല്ലാം തകർന്നു പോകും. തകരാതിരിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, യു either face Jesus as your savior today or you will have to face him as judge on that day. ഒന്നുകിൽ ഇന്ന് രക്ഷകനായി അവന്റെ മുമ്പിൽ നിൽക്കുക, അല്ലെങ്കിൽ അന്ന് ന്യായാധിപന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ടോപ്പിക്സാ 21 അധ്യായത്തിൽ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് ആഴമേറിയ സത്യങ്ങളൊന്നും ഇതിനകത്തില്ലെങ്കിലും നമ്മൾ ഈ ഓരോ ഭാഗമായി വായിച്ചു വരുമ്പോൾ യേശു കർത്താവിന്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് വന്നിരിക്കുകയാണ്. യേശു കർത്താവ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ നമ്മൾ മനസ്സിൽ വിട്ടുപോകാൻ പാടില്ലാത്ത 1-3 കാര്യങ്ങൾ. ഒന്ന്, അവൻ രാജാവായി എഴുന്നള്ളുമ്പോൾ അവന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് വരുന്നത്, എൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലല്ല. അവനെ രാജാവായി വാഴിക്കാൻ നാം ആഗ്രഹിച്ചെങ്കിൽ എന്താണ്, എൻ്റെ ടേംസിൽ അവൻ വർക്ക് ചെയ്യുമെന്നല്ല, അവന്റെ ടേംസ് അനുസരിച്ച് ഞാൻ വർക്ക് ചെയ്യണം. അങ്ങനെ നടക്കത്തുള്ളൂ. 2, ഒരുപാട് ഇലകളുള്ള ഒരു വൃക്ഷമാണോ ഞാൻ, അതോ യഥാർത്ഥത്തിൽ ഫലമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. 3, ചെയ്യാമേ പോകാമേ എന്ന് പറഞ്ഞേച്ച് പോകാത്തവരാണോ നാം, അതോ ഒരുപക്ഷെങ്കിൽ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഇന്ന് മനം തിരിഞ്ഞ് ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞാൽ മുമ്പന്മാരാകുന്ന രാജ്യമാണ് ദൈവരാജ്യം. പലപ്പോഴും ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ചുമതലകളെ നമ്മുടെ സ്വന്തമാക്കാൻ നമുക്ക് പ്രവണതയുണ്ട്. അത് പാടില്ല. നമ്മൾ കെയർ ടേക്കേഴ്സ് മാത്രമാണ്. അവസാനം മനസ്സിലാക്കേണ്ട ഒരു ഭാഗം, യേശു കർത്താവ് ഒന്നുകിൽ അവൻ മൂലക്കല്ലാകും, either he will become the cornerstone or he will become the stumbling stone. വ്യത്യസ്തമായ ഭാഗങ്ങൾ, പല കാര്യങ്ങൾ പഠിക്കുവാൻ 21 അധ്യായത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിക്കുമ്പോൾ ഒരു പ്രാർത്ഥന, കർത്താവെ, നിന്നെ ചുമക്കുന്ന ഒരു കഴുതയാക്കി എന്നെ മാറ്റണമേ. ഈ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്, യജമാനന് ആവശ്യമുണ്ട്. ഇത്ര വലിയ പദവി ഈ പുഴുക്കൾക്ക് അരുളാൻ, അല്ലേ? ഇത്ര വലിയ പദവി ഈ പുഴുക്കൾക്ക് അറിയാൻ നമുക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല. ആ കഴുതയ്ക്ക് യാതൊരു യോഗ്യതയില്ല. ദൈവത്തിന്റെ വലിയ കൃപയാൽ നിയോഗിക്കപ്പെട്ടു, യജമാനന് ചുമക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് നിന്റെ സന്നിധിയിൽ ഞങ്ങൾ വിനയത്തോടെ വരുന്നു. ഒരുപാട് കാര്യങ്ങൾ 21 ഭാഗത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. സൗമ്യനായ ഞങ്ങളുടെ യജമാനൻ, സൗമ്യനായ രാജാവ് കർത്താവെ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ആഗ്രഹം നിവർത്തിക്കുവാൻ ഒരു രാജാവിനെ ഞങ്ങൾ അന്വേഷിക്കുന്നു. എന്നാൽ യേശു കർത്താവ് വരുമ്പോൾ അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ, അങ്ങ് രാജാവും ഞങ്ങൾ ദാസന്മാരായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പലപ്പോഴും കർത്താവെ, ആളുകളുടെ മുമ്പിൽ ഒരുപാട് ഷോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇലകൾ ആളുകൾ കാണുന്നു, യഥാർത്ഥ ഫലം കാണുന്നില്ല. കർത്താവെ, വരുന്ന കാലങ്ങളിൽ ഇനി ഒരിക്കലും ഫലം കായ്ക്കത്തില്ല എന്നുള്ള അവസ്ഥയിൽ ഒരിക്കലും വരുവാൻ ഇടയാകരുതേ കർത്താവെ. ഫലം കായ്ക്കുവാൻ, ആത്മനിറവോടെ ജീവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, മുമ്പന്മാരാകുന്ന ഈ ദൈവരാജ്യത്തിൽ ഇന്ന് യെസ് പറയാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, അതിനൊക്കെ ഉപരി നിന്നെ മൂലക്കല്ലായി കാണുവാൻ, ഒരുപക്ഷെങ്കിൽ ഇന്ന് ഞങ്ങൾ ചുറ്റും നോക്കുമ്പോൾ റിജക്റ്റഡ് സ്റ്റോണാ യേശു കർത്താവിനെ ആളുകൾ തള്ളിക്കളയുന്ന അനുഭവം, യേശു കർത്താവിനെ വേണ്ട എന്ന് പറയുന്ന അനുഭവം, ഈ വഴി നിന്നയുടെ ഒരു വഴിയായി മാറുന്ന അനുഭവം. എന്നാൽ കർത്താവെ, യേശു കർത്താവിനെ മൂലക്കല്ലാക്കി അതിൻ്റെ മേൽ ഞങ്ങളുടെ ജീവിതത്തെ പണിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും അതിൻ്റെ മേൽ വീണ് തകരുന്ന അനുഭവത്തിൽ
ഞങ്ങൾ ആരും കാണപ്പെടരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. വചനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഈ വരുന്ന ആഴ്ച ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ.